നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. കേരള PSC നടത്തിയ നഴ്സറി സ്കൂൾ ടീച്ചർ എക്സാം കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് 23 കഴിഞ്ഞിരുന്നു. അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അതിൽ 9ഓളം ചോദ്യങ്ങൾക്ക് കുറച്ച് മിസ്റ്റേക്സ് അല്ലെങ്കിൽ ആൻസർ കീ കംപ്ലൈൻറ്റ് കൊടുക്കാവുന്നതുണ്ട്. ചിലതിലെ ക്വസ്റ്റ്യൻസ് വ്യക്തതയില്ലാതെയും ഓപ്ഷനിൽ ആൻസർ ഇല്ലാതെയും തെറ്റായ ആൻസർ കൊടുത്തിട്ടും ഒക്കെ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ 5 ദിവസത്തിനുള്ളിലാണ്, പ്രൊവിഷണൽ കീ വന്നതിന് 5 ദിവസത്തിനുള്ളിലാണ് ഈ ഒരു ആൻസർ കീ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യേണ്ടത്. എല്ലാ ഉദ്യോഗാർത്ഥികളും എക്സാം എഴുതിയിട്ടുള്ളവർ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് അത് കറക്റ്റായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് 5 ദിവസത്തിനുള്ളിൽ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ഏതൊക്കെയാണ് തെറ്റുകൾ വന്നിരിക്കുന്നത്, അതുപോലെ എന്തൊക്കെയാണ് കറക്ഷൻസ് വരുത്തേണ്ടത്, റെഫറൻസ് എന്തൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ നമുക്ക് പറയാം. ഇനി എന്താണ് പ്രീ സ്കൂൾ കുട്ടികൾ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? പ്രീ സ്കൂൾ കുട്ടികൾ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നത്, അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആൻസർ കൊടുത്തിരുന്നത് സൂക്ഷ്മപേശി വികസനമാണ് കൊടുത്തിരുന്നത്. പക്ഷേ സൂക്ഷ്മ സ്ഥൂല പേശി വികസനം രണ്ടും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചോദ്യം കുറച്ച് കൺഫ്യൂസിങ് ആണ്. സൂക്ഷ്മപേശി വികസനവും നടക്കുന്നുണ്ട്, സ്ഥൂല പേശി വികസനവും നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റെഫറൻസ് വരുന്നത് കളിപ്പാട്ടം, പ്രീ സ്കൂൾ പ്രവർത്തന പുസ്തകം, മറ്റു പുസ്തകങ്ങളിലും ഉണ്ടായിരിക്കും, പക്ഷേ കളിപ്പാട്ടത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. ഇനി കളിപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഒക്കെ സൂക്ഷ്മ സ്ഥൂല പേശി വികസനമാണ് നടക്കുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രത്യേകം മെൻഷൻ ചെയ്യാവുന്നതാണ്. കളിപ്പാട്ടം പ്രീ സ്കൂൾ പ്രവർത്തന പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് എന്ന്. ഇനി അടുത്തത് 7ാമത്തെ ചോദ്യമാണ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A ആണ്. ആദ്യം പറഞ്ഞ 4ാമത്തെ ചോദ്യമാണ്. അടുത്തത് 7ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ സംസ്കാരത്തെ സംബന്ധിച്ച് ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ സംസ്കാരം വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത് ശരിയായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ സംസ്കാരം സഞ്ചിതമാണ് എന്ന് വെച്ചാൽ അക്യൂമുലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അങ്ങനെ കൂടിച്ചേർന്ന് ഓരോ കാലത്തോടു കൂടി ഓരോ ചേർന്ന് വരുന്നതാണ് എന്ന് പറയുന്നത്, അതും കറക്റ്റായിട്ട് പറയാം. പക്ഷേ ഇതിൽ സംസ്കാരം പരിവർത്തന വിധേയമാണ്, ചേഞ്ചസ് വരുന്നുണ്ട്. അതുപോലെ സംസ്കാരം വിലയിരുത്തലാണ്, അതും തെറ്റായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനൊരു ഡൗട്ടുണ്ട്. അതായത് സംസ്കാരം പരിവർത്തന വിധേയമല്ല എന്ന് പറയുന്നത് തെറ്റാണ്, സംസ്കാരം വിലയിരുത്തലാണ് എന്ന് പറയുന്നതും അത് എത്രമാത്രം കറക്റ്റാണ് എന്നറിയില്ല. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് ആൻസർ കീ കംപ്ലൈൻറ്റ് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഓപ്ഷൻ Aയും Cയും അത് രണ്ടും ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് കൊടുക്കേണ്ടതാണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മുലയൂട്ടലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. 13ാമത്തെ ചോദ്യമാണ്. ഇത് നമ്മൾ ആൻസർ കീ വായിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ശരിയായ പ്രസ്താവന എന്ന് പറഞ്ഞിട്ട് ഈ 3 പ്രസ്താവനകളും ശരിയാണ്, 4ാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. പക്ഷേ അതാണ് ശരിയായ പ്രസ്താവന എന്ന് കേരള PSCയുടെ പ്രൊഫഷണൽ കീയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കേണ്ടതാണ്. അപ്പോൾ അതും നിങ്ങൾ കൊടുക്കുക. ഇതിൻ്റെ ശരിയായ പ്രസ്താവന എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന ആൻസർ തെറ്റാണ്, അല്ലെങ്കിൽ 3ഉം ശരിയാണെന്ന് പറയാം. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ തന്നെ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്ന് കംപ്ലൈൻറ്റ് കൊടുക്കാവുന്നതാണ്. അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കുഞ്ഞിന് ജനന സമയത്ത് ഉണ്ടായിരിക്കേണ്ട ശരാശരി തൂക്കം എത്ര കിലോഗ്രാമാണ്? അപ്പോൾ ഇതിൽ ആൻസർ PSC കൊടുത്തിരിക്കുന്നത് 2.5 കിലോഗ്രാമാണ്. അപ്പോൾ ഇതിന് മുന്നേ ഒരു പ്രീ പ്രൈമറി ടീച്ചർ എക്സാം നടന്നിരുന്നു 121/2017. അതിൻ്റെ ഫൈനൽ കീയിൽ എന്താണെന്നോ ആൻസർ നമുക്ക് നോക്കാം. അതായത് ഇത് 73ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടായിരുന്നു. 73ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ C അഥവാ 3 കിലോഗ്രാം ആയിരുന്നു. അപ്പോൾ 3 കിലോഗ്രാം എന്നതാണ് ആൻസർ അന്ന് PSC ഫൈനൽ ആൻസറായിട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ ഇതിൽ ആ 3നോട് അടുപ്പിച്ച് വരുന്നത് 2.9 കിലോഗ്രാമാണ്. അപ്പോൾ ഈ ഒരു 3 കിലോഗ്രാം കൊടുത്തിരുന്നിടത്ത് തന്നെ ഈ 2.5 കിലോഗ്രാം ഒരു ഓപ്ഷനായിട്ട് ഉണ്ടായിരുന്നു. എന്നിട്ടും 3 കിലോഗ്രാമാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് കൂടുതൽ അപ്രോക്സിമേറ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി അടുത്ത് വരുന്ന ആൻസർ എന്ന് പറയുന്നത് 2.9 കിലോഗ്രാമാണ്. അപ്പോൾ ഇത് PSC ഒന്നുകൂടെ റീകൺസിഡർ ചെയ്യേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ 48ാമത്തെയാണ്. താഴെ കൊടുത്തവയിൽ ശാരീരിക ചലനപര ബുദ്ധി വികാസത്തിന് നൽകാവുന്ന ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം തിരഞ്ഞെടുത്തെഴുതാനാണ്. പ്രകൃതി നിരീക്ഷണം, താളാത്മകമായി ചലിക്കൽ, അനുകരണം, കൊളാഷ് നിർമ്മാണം. അപ്പോൾ ഇതിൽ ശാരീരിക ചലനപര ബുദ്ധി വികാസം നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ഈ പ്രകൃതി നിരീക്ഷണം ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രകൃതി നിരീക്ഷണം
ചലനപരമായിട്ടൊക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. അനുകരണം പറയുന്നുണ്ട്. താളാത്മകമായി ചലിക്കൽ, ഈ താളാത്മകമായ ചലിക്കലും ഒരു ശാരീരിക ചലനപര ബുദ്ധിവികാസം നൽകാവുന്ന ഒരു പ്രവർത്തനമാണ്. അതുപോലെ കൊളാഷ് നിർമ്മാണം, ഇതെല്ലാം പ്രവർത്തനങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ താളാത്മകമായ ചലിക്കലും കൂടി ഒരു ഡൗട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. അനുകരണമായാലും താളാത്മകമായി ചലിക്കൽ കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ് ആയിട്ട് ആൻസറായിട്ട് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് അങ്ങനെയല്ല തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത ചോദ്യം, NCTE നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ രൂപീകൃതമായ വർഷം. അതിൻ്റെ ആൻസർ PSC കൊടുത്തിരിക്കുന്ന 1973 ഈ 73 എന്ന് പറഞ്ഞ തെറ്റായ ആൻസറാണ്. കാരണം ഈ ഒരു NCTE എന്ന് പറയുന്നതിൻ്റെ ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കി എന്ന് പറഞ്ഞിട്ട് ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമ്മൾക്ക് 30ാമത്തെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസർ വന്നിരുന്നത് 1993 അതായത് NCTE ആക്ട് പാസ്സാക്കിയ 93 ഈ NCTE രൂപീകൃതമായത് ആക്ച്വലി വരുന്നത് 1995 അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ആൻസർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ NCTEയുടെ സൈറ്റിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. NCTE ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമാനുസൃത സ്ഥാപനമെന്ന നിലയിൽ 1993 നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആക്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ 1995 ഓഗസ്റ്റ് 17 നിലവിൽ വന്നത്. നമ്മളിതിൻ്റെയൊക്കെ ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഇത് പഠിച്ചതാണ്. 95 അപ്പോൾ അതിനകത്ത് ആൻസർ വന്നിട്ടില്ല. ഇനി അടുത്തൊരു ചോദ്യം വരുന്ന 69ാമത്തെ ചോദ്യമാണ്. 10 വയസ്സുള്ള ആനിമോള് IQ 100 അപ്പോൾ ആനിമോളുടെ മാനസിക വയസ്സ് എത്രയാണ്? അപ്പോൾ ഇവിടെ മാനസിക വയസ്സെന്ന് പറഞ്ഞാൽ മെൻ്റൽ ഏജ് ആണ്. അപ്പോൾ മെൻ്റൽ ഏജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇൻ്റലിജൻസ് കോഷ്യൻ്റ് അഥവാ IQ എന്ന് പറയുന്നത് മെൻ്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100 അപ്പോൾ ഇതിനകത്ത് IQ എന്ന് പറഞ്ഞാൽ 100 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മെൻ്റൽ ഏജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. അപ്പോൾ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, നമുക്ക് എളുപ്പത്തിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഇവിടെ ക്രോണോളജിക്കൽ ഏജ് 10 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മെൻ്റൽ ഏജും എത്രയായി മാത്രമാണ് ഇവിടെ 1 വരിക, അല്ലെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എന്ത് വന്നാൽ മാത്രമാണ് ഇവിടെ 100% വരിക, അല്ലെ MA/CA ഇൻറ്റു 100 ചെയ്യുമ്പോൾ 100 കിട്ടണമെങ്കിൽ എത്ര വേണം? 10 തന്നെയാണ്. അതായത് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാൾക്ക് IQ 100 ആവണമെങ്കിൽ അയാളുടെ മെൻ്റൽ ഏജും അതുപോലെ ക്രോണോളജിക്കൽ ഏജും സെയിം ആവണം. അപ്പോൾ ഇവിടെ 100 ആൻസർ, ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നതായിരിക്കാം. ഇവിടെ 10 ആൻസർ വരേണ്ടിയിരുന്നത്. അപ്പോൾ അതിലും ഓപ്ഷനിൽ ആൻസർ ഇല്ല. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കത് മെൻഷൻ ചെയ്യാവുന്നതാണ്. കാൽക്കുലേഷൻ വൈസ് പറഞ്ഞിട്ട് ഇത് തെറ്റാണ് എന്ന് കൊടുക്കാം. അടുത്ത ചോദ്യം 71ാമത്തെയാണ്. ലാംഗ്വേജ് ആൻഡ് തോട്ട് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ലാംഗ്വേജ് ആൻഡ് തോട്ട് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് നോം ചോംസ്കിയാണ്. ഇപ്പോൾ ഇതിന് ലെവ് വൈഗോട്സ്കി എന്ന് പേർ കൊടുത്തിരിക്കുന്നത്. അതിന് കൺഫ്യൂഷൻ വരാൻ ചിലപ്പോൾ കാരണം ഇതാവാം. ഇപ്പോൾ ഇതാണ് നോം ചോംസ്കിയുടെ ലാംഗ്വേജ് ആൻഡ് തോട്ട് എന്ന് പറയുന്ന പുസ്തകം. അതിൻ്റെ കവർ പേജാണ് ഈ കാണിച്ചിരിക്കുന്നത്. ലാംഗ്വേജ് ആൻഡ് തോട്ട്, നോം ചോംസ്കി. ഇനി തോട്ട് ആൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് ലെവ് വൈഗോട്സ്കിയുടെ ഒരു ബുക്കുണ്ട്. തോട്ട് ആൻഡ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ലാംഗ്വേജ് ആൻഡ് തോട്ടും തോട്ട് ആൻഡ് ലാംഗ്വേജും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നതിൻ്റെ ആൻസർ നോം ചോംസ്കിയാണ് വരേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് കൊടുക്കാം. അടുത്തത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്നാൽ, പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ തന്നെ അതിൻ്റെ നമ്മൾ 6ാമത്തെ പേജ് എത്തുവാണെങ്കിൽ ഇവിടെ ഈ ഒരു ഡയഗ്രാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് പ്രിപ്പറേറ്ററി എന്ന് പറഞ്ഞ സ്റ്റേജിൽ ക്ലാസ് 3 to 5 എന്നാണ്, ഏജ് 8 to 11 എന്നാണ് കൊടുത്തിരിക്കുന്നത്. വയസ്സ് 3 മുതൽ 8 വയസ്സ് വരെയെന്ന് കൊടുത്തിരിക്കുന്നു. അത് തെറ്റാണ്. അപ്പോൾ ഏതാണ് വയസ്സാണെങ്കിൽ 8 മുതൽ 11 വയസ്സ് വരെ എന്നായിരുന്നു വേണ്ടത്. അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് പേജ് നമ്പർ 6 കൊടുത്തിട്ടുണ്ടെന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ 9 ക്വസ്റ്റ്യൻസ് പറഞ്ഞത്. ഇത് കൂടാതെ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതുകൂടി ആൻസർ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ആരും ഇത് കൊടുക്കാതെ ഇരിക്കരുത്. കാരണം എങ്ങനെയാണ് കൊടുക്കാൻ അറിയില്ല എന്ന് കരുതി കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മാർക്കാണ് നഷ്ടമാകുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും ആൻസർ കീ കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എങ്ങനെ കൊടുക്കണം എന്ന് അറിയില്ലാത്തവർക്ക് ജസ്റ്റ് പ്രൊഫൈലിൽ ഇപ്പോൾ ലോഗിൻ ചെയ്ത് കാണിച്ചു തരാവുന്നതാണ്. മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നിരുന്നാലും കാണിക്കാവുന്നതാണ്.
കേരള PSCയുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ആൻസർ കീ കംപ്ലയിൻസ് എന്നൊരു പോർഷനുണ്ട് നമ്മുടെ ഫോട്ടോയുടെയൊക്കെ താഴെയായിട്ട്. അപ്പോൾ ആൻസർ കീ കംപ്ലയിൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജിലേക്കാണ് ഇപ്പോൾ പോകുന്നത്, അതായത് റിക്വസ്റ്റ് എന്നൊരു പേജിലേക്കാണ്. അപ്പോൾ ഈ റിക്വസ്റ്റിൽ തന്നെ റേസ് എ ന്യൂ റിക്വസ്റ്റ് സെലക്ട് ദ റിക്വസ്റ്റ് ടൈപ്പ് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ ലഭിക്കും. റിക്വസ്റ്റ് ഫോർ റീചെക്കിംഗ് ആൻസർ സ്ക്രിപ്റ്റ്, റിക്വസ്റ്റ് ഫോർ കോപ്പി ഓഫ് ദ ആൻസർ സ്ക്രിപ്റ്റ്, റിക്വസ്റ്റ് ഫോർ ആഡിങ് എ ന്യൂ അഡീഷണൽ ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, റിക്വസ്റ്റ് ഫോർ ദ സ്ക്രൈബ്, ആൻസർ കീ കംപ്ലയിൻറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. അപ്പോൾ ആൻസർ കീ കംപ്ലയിൻറ്റ് OMR ഓർ ഓൺലൈൻ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഒരു പേജ് വരുന്നതാണ്. ദ കാൻഡിഡേറ്റ് ക്യാൻ ഫയൽ ദെയർ കംപ്ലയിൻറ്റ്സ് ഓൺലൈൻ ഇഫ് എനി റിഗാർഡിംഗ് പ്രൊവിഷണൽ ആൻസർ കീ അൺടിൽ 5 days ആഫ്റ്റർ ദ എക്സാമിനേഷൻ ഈസ് ഓവർ എന്നാണ്. അപ്പോൾ 23-ാം തീയതിയാണ് കഴിഞ്ഞത് എക്സാം. അപ്പോൾ ആ ഒരു ഡേറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്താണ് 5 days വരിക. ഇനി ഫയൽ എ കംപ്ലയിൻറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊടുക്കണം, സപ്പോർട്ടിംഗ് ബുക്ക് റെഫറൻസോ ലിങ്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ ഫയൽ എ കംപ്ലയിൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡേറ്റ് ഓഫ് എക്സാം എന്ന് ചോദിക്കും. അപ്പോൾ 23 ഡേറ്റ് ഓഫ് എക്സാം കൊടുക്കുക. അപ്പോൾ ഇതിൽ ആ എക്സാം എഴുതിയിട്ടുള്ളവർക്ക് മാത്രമാണ് ആ ഡേറ്റിലുള്ള ആ എക്സാം തിരഞ്ഞെടുക്കാനും അതിൻ്റെ ആൻസർ കീ കംപ്ലയിൻറ്റ് കൊടുക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ വരുമ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ നമ്പർ ഇട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾ കൊടുക്കുക, എക്സ്പ്ലനേഷനും കൊടുക്കുക. ലിങ്കായിട്ട് ഇപ്പോൾ ചില എന്തെങ്കിലും വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേരാണെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് കൊടുക്കാം. അതുപോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ചട്ടക്കൂട് അതിൻ്റെ ആ ഒരു PDF ആണെങ്കിൽ അതിൻ്റെ പേര് മെൻഷൻ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. ഡേറ്റ് ഓഫ് എക്സാം സെലക്ട് ചെയ്ത് ഇതെല്ലാം ഫില്ല് ചെയ്തിട്ട് ഉടനെ തന്നെ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഓക്കെ ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.